ഹലോ മച്ചന്മാര്, ഈ പാലം ഏതാണ് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായോ? ഇത് വേറെ എവിടെയോ അല്ല, ഇത് പന്തളമാണ്. പന്തളത്ത് ഇത് കൈപ്പുഴ പാലമാണ്. നമ്മുടെ പന്തളം സ്വാമി അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇത്. ഈ പാലത്തിൽ കൂടെ കയറിയാണ് നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നത്. ഫ്രണ്ടിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് അയ്യപ്പ ക്ഷേത്രത്തിലോട്ട് കയറാൻ പറ്റും, ബാക്കിൽ കൂടെയും പറ്റും. ഈ വഴി നമ്മൾ കയറുന്നത് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു കൈപ്പുഴ ക്ഷേത്രമുണ്ട്. ആ കൈപ്പുഴ ക്ഷേത്രത്തിലൂടെ കയറിയിട്ടാണ് നമ്മൾ നേരെ അയ്യപ്പ ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. രാത്രിയിൽ ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചയാണ്. നമ്മൾ ചുമ്മാ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയം ഇവിടെയൊക്കെ ഒന്ന് പോയി നിന്ന് കഴിഞ്ഞാൽ എന്ത് രസമുള്ള കാഴ്ചകൾ കാണുന്നറിയോ. ഇത് കണ്ടില്ലേ, ഇവിടെ അത്തറ് വിൽക്കുന്ന ഒരു ചേട്ടനെ കണ്ടില്ലേ, അതുപോലെ തന്നെ കണ്ട് കളിപ്പാട്ട കടയുടെ ഒക്കെ കൂമ്പാരം മേളയാണ് മക്കളെ ഇവിടെ എന്ന് പറഞ്ഞാൽ. അതുപോലെ ബജ്ജി കടയുണ്ട്. ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്, എൻ്റെ കൂടെ അമ്മയും ഉണ്ട്. അമ്മയും ഞാനും കൂടെ മാത്രമാണ് സ്കൂട്ടറിൽ വന്നത്. അമ്മയ്ക്കൊരു ബജ്ജി വേണമെന്ന് പറഞ്ഞു, അപ്പോൾ അമ്മയ്ക്ക് 2 ബജ്ജി മേടിച്ചു. കൂടെ ഞാനും തിന്ന്. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അമ്മയ്ക്ക് ഒരു ഉള്ളിവടയും മേടിച്ചു കൊടുത്തു. ഒരു ഉള്ളിവടയല്ല, 2 ഉള്ളിവടയാണ് മേടിച്ചത്. ഒന്ന് ഞാനും തിന്ന്, അമ്മയും തിന്ന്. അപ്പോൾ അതും കൊള്ളായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങൾ, കൃഷ്ണൻ്റെയും പിന്നെ എന്തുവാ ബുദ്ധൻ്റെയും നമ്മുടെ അയ്യപ്പൻ്റെയും എല്ലാവരുടെയും ഉണ്ട് ഇവിടെ. ഗണപതിയുടെ, ശിവൻ്റെ എല്ലാം കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളുണ്ട്, വലിയ വലിയ വിഗ്രഹങ്ങളുണ്ട്. അപ്പോൾ എല്ലാം നല്ല വിലയാണ്. പക്ഷേ ഇത് നമ്മൾ മേടിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ കയ്യിലത്ര പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പം മേടിക്കുന്നില്ല. നമ്മൾ ഇനിയും പോകുന്നുണ്ട്, അപ്പോൾ ഇനി മേടിക്കണം. നമ്മൾ ഈ കയറിയ കടയിൽ വിഗ്രഹങ്ങൾ മാത്രമല്ലല്ലോ, കുഞ്ഞു കുഞ്ഞു ഫോട്ടോയും വലിയ വലിയ ഫോട്ടോയും എല്ലാ ദൈവങ്ങളുടെ ഫോട്ടോയും ഉണ്ട് ഇവിടെ. അതും കാണാൻ നല്ല രസമാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായതുകൊണ്ട് അധികം മേടിച്ചില്ല. പിന്നെ നമ്മളൊരു പുസ്തകക്കട കയറിയായിരുന്നു. അവിടെ കണ്ട എല്ലാത്തരം പുസ്തകങ്ങളുണ്ട്, നോവലും എല്ലാം ഉണ്ട്. നല്ല നല്ല കഥകളല്ലേ. ഇത് കണ്ടില്ലേ, ഇത് ട്രെൻഡായിരുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ എല്ലാം ഇവിടെ ഉണ്ട്. നമ്മളതൊന്നും മേടിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കയറിയാണ് ആ കടയിൽ. പിന്നെ തൊട്ടപ്പുറത്തെ കടയിൽ വിളക്കും അങ്ങനത്തെ പിന്നെ സാധനങ്ങളും പിന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറേ ഉപകരണ സാധനങ്ങളും എല്ലാം ആണുള്ളത്. ഈ കളിപ്പാട്ടം എല്ലാം കാണുമ്പോൾ നമുക്ക് മേടിക്കാൻ തോന്നും. സത്യം പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലത്തോട്ടങ്ങ് പോകും. കാരണം കുട്ടിക്കാലത്ത് ഈ കളിപ്പാട്ടം കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ കരഞ്ഞിട്ടുണ്ട്. അന്നൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്നാണ് നമുക്ക് മേടിക്കാൻ പൈസയുണ്ട്. പക്ഷേ ആ കുട്ടിക്കാലത്ത് അത്രയും ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലില്ല. അതാണ് സത്യം. എന്നാൽ എനിക്ക് അങ്ങനെയല്ല. എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു കുട്ടിയുണ്ട്. അതുകൊണ്ട് എനിക്കിതൊക്കെ മേടിക്കണമെന്ന് തോന്നുന്നു. ഞാൻ അതുകൊണ്ട് മേടിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ വേണ്ടെന്ന് വെച്ചിരുന്നു. പിന്നെ ഇപ്പുറത്തോട്ട് സൈഡിലോട്ട് നോക്കുമ്പോൾ മാലയും വളയും കുഞ്ഞു കുഞ്ഞു മോതിരങ്ങളും കമ്മലൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം അമ്മ ഇവിടുന്ന് എന്തോ കമ്മലോ മാലയോ വളയൊക്കെ മേടിച്ചായിരുന്നു. കോപ്പിറൈറ്റ് കിട്ടും എന്നുള്ള കാരണത്താലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ വോയിസ് പറയുന്നത്, വീഡിയോ എടുത്തിട്ട്. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തെല്ലാം പറഞ്ഞൊക്കെയാണ് എടുത്തത്. പക്ഷേ ഈ കടകളിലൊക്കെ ആണെങ്കിൽ ആ കടകളിലും അമ്പലത്തിൽ ഇവിടെ എല്ലാം പാട്ട് കേൾക്കാം. പിന്നെ വെറുതെ കോപ്പിറൈറ്റ് അടിക്കേണ്ട. കാരണം എൻ്റെ പഴയൊരു ചാനൽ അങ്ങനെ മിഥുനേഡിയർ എന്ന് പറഞ്ഞ ചാനലിന് കോപ്പിറൈറ്റ് ഒക്കെ അടിച്ച് പോയതാണ്. അതുകൊണ്ട് ഇനി നമ്മൾ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. അങ്ങനെ നമ്മളിവിടെ അയ്യപ്പൻ്റെ ഒക്കെ എടുത്ത് വന്ന് അമ്പലത്തിലും കയറി, അപ്പുറത്ത് അമ്പലത്തിലും കയറി, ഇവിടെ ഫ്രണ്ടിലും വന്നെല്ലാം തൊഴുതിട്ടാണ് പോയത്. അമ്പലത്തിലെല്ലാം കയറി തൊഴുത് ഇറങ്ങിയപ്പോൾ ദാ കുറേ കടകൾ പിന്നെയും കണ്ടു. അപ്പോൾ അങ്ങോട്ടൊക്കെ കയറി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നോക്കിയപ്പോൾ കണ്ടില്ലേ, കുറേ കുഞ്ഞു കുഞ്ഞു കാറുകൾ ഇരിക്കുന്നു. ഇതൊക്കെ മെറ്റൽ കാറാണ്. അപ്പോൾ മെറ്റൽ കാർ ആയതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നല്ല പൈസയാണ്. അതായത് എനിക്ക് തോന്നുന്നു മിനിമം ചോദിച്ചപ്പോൾ പറയുന്നത് മിനിമം 100 രൂപയൊക്കെയാണെന്ന് പറഞ്ഞു.